മുനമ്പം വഖഫ് കേസിൽ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിന്റെ വാദം അടുത്ത മാസത്തേക്ക് മാറ്റി. ഹൈക്കോടതി അന്തിമ വിധി സ്റ്റേ ചെയ്ത സാഹചര്യത്തിലാണ് ട്രൈബ്യൂണലിന്റെ തീരുമാനം. സ്റ്റേ നീക്കാൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മുനമ്പം സമരസമിതി പറഞ്ഞു. 27-ാം തീയതിയിലേക്ക് വെക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളിൽ ഹൈക്കോടതിയിൽ നിന്നും നമുക്ക് സ്റ്റേ മാറിക്കിട്ടുകയാണെങ്കിൽ വാദം കേൾക്കാമെന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. ഈ സ്റ്റേ മാറ്റാനോ അല്ലെങ്കിൽ കേസ് നേരത്തെ ആക്കാനോ നിങ്ങൾ എന്തെങ്കിലും ഹൈക്കോടതിയെ സമീപിക്കുമോ? തീർച്ചയായിട്ടും സമീപിക്കും. സിനോജ് തോമസ് നൽകും വിവരങ്ങൾ. സിനോജ് തോമസ്, അപ്പോൾ വാദം അടുത്ത മാസമേ ഉണ്ടാകൂ എന്നത് ഉറപ്പാവുകയാണല്ലേ? സുജയപാർവതി, അങ്ങനെയാണ്. അതായത് മുനമ്പം കേസിൽ തുടർച്ചയായ ദിവസങ്ങളിൽ കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ വാദം കേൾക്കുകയായിരുന്നു. അതിനിടയിലാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇടപെടൽ ഉണ്ടാകുന്നത്. അതായത് വഖഫ് ബോർഡാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഫറൂഖ് കോളേജ് ഇതിനു മുൻപ് മറ്റൊരു കേസിൽ പറവൂർ സബ് കോടതിയിൽ നൽകിയ രേഖകൾ വിളിച്ചു വരുത്തണമെന്നാണ് വഖഫ് ബോർഡ് ആവശ്യപ്പെട്ടത്. എന്നാൽ ട്രൈബ്യൂണൽ ആ ഹർജി തള്ളിയിരുന്നു. അതിനെതിരെയാണ് ഹൈക്കോടതിയെ വഖഫ് ബോർഡ് സമീപിക്കുന്നത്. അങ്ങനെ ഹൈക്കോടതി വാദം തുടരാം, പക്ഷേ അന്തിമ വിധിക്ക് ഒരു സ്റ്റേ അനുവദിച്ചിരുന്നു. ആ കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുന്നത് അടുത്ത മാസം 26-ാം തീയതിയാണ്. ഇന്ന് ട്രൈബ്യൂണൽ വാദം കേൾക്കാൻ എത്തിയ ഘട്ടത്തിൽ അഭിഭാഷകർ ഇക്കാര്യം കോടതിയെ അറിയിച്ചു. അങ്ങനെയെങ്കിൽ ഹൈക്കോടതിയുടെ അന്തിമ തീരുമാനം അറിഞ്ഞിട്ട് നമുക്ക് വാദം തുടരാമെന്ന് ജഡ്ജ് രാജൻ തട്ടിൽ അറിയിക്കുകയായിരുന്നു. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ട്രൈബ്യൂണൽ ജഡ്ജായ രാജൻ തട്ടിലിന് സ്ഥലമാറ്റമാണ്. അടുത്ത മാസം 19-ാം തീയതി അദ്ദേഹം സ്ഥലം മാറിപ്പോവുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ ജഡ്ജ് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഈ വാദങ്ങൾ ഒന്നും കൂടി കേൾക്കേണ്ടി വരാനുള്ള സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് ഹൈക്കോടതിയുടെ അന്തിമ തീരുമാനം അറിഞ്ഞിട്ട് ഈ വാദം തുടരാമെന്ന് രാജൻ തട്ടിൽ അറിയിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ മുനമ്പം സമരസമിതി പ്രവർത്തകർ അറിയിക്കുന്നത് ഇനി ഒരു മാസം കൂടി കാത്തു നിൽക്കേണ്ടി വരും. ആ സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കും. അതോടൊപ്പം തന്നെ അന്തിമ വിധിക്ക് നൽകിയ സ്റ്റേ പിൻവലിക്കണമെന്നും ഹൈക്കോടതിയിൽ ഹർജി നൽകാനും സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട്. സുജയ, വിവരങ്ങൾ നൽകിയത് സിനോജ് തോമസ് ആണ്.